ഏമിയ എന്താ പരിപാടി? ആ താത്ത ഇജ് വന്നിക്കണെന്ന് പറഞ്ഞേട്ടെ, അതാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കാണാൻ വേണ്ടി വന്നാണ്. ഇജെന്നാ വന്ന്? ഞാൻ വന്നിട്ട് 3-4 ദിവസായേ. 4 ദിവസം ഇക്കണാ? ഞാൻ എന്നിട്ട് ഇതുവരെ ഇജ്ജ് വന്നതൊന്നും അറിഞ്ഞിട്ടില്ല. ഈ തൊട്ടപ്പുറത്തല്ലേ ഞാനൊന്ന് വന്നെന്നെ ഒന്ന് വിളിച്ചൂടാ എനിക്ക്? കൊറേ ആയി അന്നൊന്ന് കാണണമെന്ന് വിചാരിക്കണ്. എന്താന്നിട്ട് പാട്? അവിടെ ഉള്ളവർക്കൊക്കെ സുഖല്ലേ? കൊഴപ്പൊന്നും ഇല്ലല്ലോ? സുഖാണ്, കൊഴപ്പൊന്നുമില്ല. ആ, എന്തായാലും ഇന്റെ ആൾക്ക് നന്നായേ ഉള്ളു. ഷാഫി ആയതുകൊണ്ടേ നല്ലൊരു ചെക്കനല്ലേ. എന്തായാലും എനക്ക് സുഖായി. റൂബിയുടെ പാടെന്താ? ഓള് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലല്ലോ. ആ കല്യാണം കഴിഞ്ഞിട്ട് ആ പോക്ക് പോയതാണ്. പിന്നെ 1 വട്ടോ 2 വട്ടമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് തന്നെ ഇല്ല പെണ്ണ്. എന്താ പറയാ, റൂബിയുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ്. ഒരാൾക്ക് സുഖായ മാത്രം പോരല്ലോ, രണ്ടാൾക്കും വേണ്ടേ. അപ്പൊ അതാലോചിച്ചിട്ട് ഞങ്ങളെ മനസ്സമാധാനം ഒക്കെ പൊയ്ക്കാണ്. ഞാൻ വിചാരിച്ചത് ഈ ഷാഫിയുടെ പോലെ തന്നെ ഓളെ മാപ്പിളിന്ന്. എന്നിട്ടിപ്പോ ഇങ്ങനെ തല തിരിഞ്ഞു പോയല്ലോ. ഇനിയിപ്പോ വല്യമ്മാന്റെ ആണ്ടാ വരുന്നത്, അതിനും വരുന്നില്ല തോന്നുന്നുണ്ട്. വരുന്നില്ലേ? ഇജ്ജ് വിളിച്ചില്ല ഓക്ക്? ഞാൻ വിളിക്കൊക്കെ ചെയ്തിക്കണോ, വിടണില്ലല്ലോ. എന്താ ഇപ്പൊ കാട്ട? അല്ല, ഇളയമ്മ അവിടെ? ഓളെ പുറത്തേക്കൊന്നും കാണാനില്ലല്ലോ. ഞാനിപ്പോ 2-3 ദിവസം മുന്നേ ഞാൻ ഓളേറ്റ് വർത്താനം പറഞ്ഞത്. പിന്നെ ഓളി ഞാൻ കണ്ടിട്ടില്ലേടി. ആ, ഇളയമ്മ അവിടെ ഒത്തുണ്ട്. ഇളയമ്മക്ക് പനിയാണേ. 2 ദിവസമായി പനി തുടങ്ങിയിട്ട്. പനിയാണ്? ആ, ഇപ്പൊ എല്ലായിടത്തും ഉണ്ടടി പനിയൊക്കെ. പിന്നെ ഒന്നാമത് റൂബിനെ കാണാനായിട്ടുള്ള സങ്കടവും ഉണ്ടാവും. ആ, ഒക്കെ ശരിയാവൂടി. നിങ്ങളെ വല്യമ്മ ഉണ്ടായിന്ന് എന്നും അതിനേറ്റ് യുദ്ധായിരുന്നു എന്റെ ഇളയമ്മ. അനക്കറിയാലോ, നല്ല കാര്യം പറഞ്ഞതിന്റെ എന്നോട് തെറ്റിയുന്നത്. ഇപ്പൊ പിന്നെ കൊഴപ്പൊന്നുമില്ല കേട്ടോ, ഒന്നും പറച്ചിലൊന്നുമില്ല. ഇപ്പൊ ആളെന്നെ ആകെ മാറിയിരുന്നു. എന്താ കാട്ടൊക്കെ ശരിയാവും ഈ കാര്യങ്ങൾ പറഞ്ഞ പോലെ. അല്ല, എന്താ ഇപ്പൊ രണ്ടാളും കൂടി ഒരു വർത്താനൊക്കെ? ഒന്നില്ലേ, ഞാൻ സെമീറ വന്നിക്കണ് പറഞ്ഞപ്പോ ഒന്നും കൂടി വന്നതാണ്. കൊറേ ആയി ഓളെ കണ്ടിട്ടൊക്കെ. നിങ്ങൾ എവിടുന്ന വരുന്നേ? ഞാൻ കുടുംബശ്രീക്ക് പോയത്. ഇജ്ജ് എന്താ വരായിന്ന്? ആ, ഇന്ന് കുടുംബശ്രീ ഉണ്ടായിരുന്നില്ലേ? ഞാൻ പറ്റ മറന്നിക്കണു. ഇനിയിപ്പോ എന്തായാലും അടുത്ത ആഴ്ച കൊടുക്ക പൈസ. എന്നെ ചോദിക്ക എന്തേലും ചെയ്തോളി? ആ, എന്നെ ചോദിക്കൊക്കെ ചെയ്ത്. ഞാൻ പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ല. അല്ല പെണ്ണെ, ഇജ്ജ് എന്നാ വന്നേ? ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായി. എന്താ ഇപ്പൊ പാട്? ഇവിടുന്ന് പോയതാണല്ലേ ഇളയമ്മാന്റെ ഇതൊന്നും സഹിക്കാൻ വെച്ചാതെ. അപ്പൊ അവിടെ ഇതേപോലെ തന്നെ. എന്നാ ഇങ്ങോട്ട് വന്നത്? എന്നും ഇവിടെ തന്നെ? ഞാൻ നിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അന്നെ ഒരുത്തൻ ഇവിടെ വന്നിട്ട് കൊണ്ടുപോയി, ഒരുത്തി ഇവിടുന്ന് ചാടി പോവും ചെയ്തു. നിങ്ങളെ കുടുംബം മൊത്തം എങ്ങനെയാണ് ല്ലേ? വല്ലാത്തൊരു കഥ തന്നെ. എന്തായാലും ഞാൻ പോട്ടെട്ടാ, കുറച്ച് പണിയോളുണ്ടാവുത്ത്. ആ, അന്ന് ഞാൻ ചെല്ലേ. ആ, എന്ത് വർത്താനം ഇജ്ജീ പറയണത്? ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ആ വർത്താനം പറയണത്? ഓൾക്ക് പഠിച്ചോൻ എത്തിച്ചിട്ട് ഒരു സുഖക്കേടും ഇല്ല. മാപ്പിള ഗൾഫിലാണ്, നല്ല നോക്കണുണ്ട്. പിന്നെ റൂബിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പൊ നല്ലതിനെ കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ. ചക്കൊന്നും ഇല്ലല്ലോ ചൂട് നോക്കാന്. എന്താപ്പൊ ഞാൻ പറഞ്ഞതില് തെറ്റുള്ളത്? ഞാൻ ഉള്ള കാര്യല്ലേ പറഞ്ഞത്. ഒറ്റ ആരും ഇല്ലാത്ത നേരത്തെ നോക്കി ഇങ്ങാണ്ട് ഓളെ ചാടിച്ചുകൊണ്ടുപോയി. ഒറ്റ ഇവിടുന്ന് ക്ലാസ്സിനാണ് അറിഞ്ഞാണ്ട് ഓളാണ്ട് ഇറങ്ങി പോവുകയും ചെയ്തു. ഇപ്പൊ എന്താ ഉണ്ടായത്? മറ്റോളെ പിന്നെ ഈ പരിസരത്തേക്ക് കണ്ടിട്ടില്ല. അത്രക്ക് സുഖം ഉണ്ടാവേ. എന്റെ മകൾക്കാണ് ഈ അവസ്ഥ വെച്ചാൽ ജിമ്മാതിരി വർത്താനം പറയോ? എന്റെ മക്കൾ എന്തായാലേ ഓലെ പോലെ ഒന്നും ആവൂല. ഞാൻ നല്ല അച്ചടക്കത്തോടെ തന്നെ എന്റെ മകളൊക്കെ വളർത്തിയിരിക്കുന്നത്. ചിലവരെ മക്കളൊക്കെ അല്ലേ ഓർക്ക് കൂട്ട്. അപ്പൊ പിന്നെ പടച്ചോൻ കാക്കട്ടെ. ആ, ഇജ് പറയണ്ട. എന്താ ഇവിടെ പറയണം എന്നുള്ള ബോധമൊന്നും അണക്കില്ല. ഇനിയിപ്പോ ഇജ് 4 ആളെ അറിയിക്കല്ലോ ഇപ്പൊ ഇത്. ഇക്ക് പതല്ലേ പണി എല്ലാരോടും പറിച്ചില്. ഇല്ല, ഇജൊന്നും പറയൊന്നുമില്ല ആരോടും. ഞാനവിടെ പോവാണ്. ആ, ചെല്ലുന്ന. ഞാൻ നിങ്ങളെ കണ്ടപ്പോ ഒന്നും ഇങ്ങോട്ട് ഇറങ്ങിയെന്നുള്ളൂ. ഇപ്പൊ ഇത് 4 പേരേല് നടന്ന് പാടി
അറിയാത്തവരെയും കൂടി ഓളെ അറിയിച്ചു ഞാൻ. വല്ലാത്തൊരു കഥ. എളയമ്മ എന്താ നിങ്ങള് കാട്ടുന്നേ? ആ പനി ഇപ്പൊ ഒന്നിട്ട് കുറഞ്ഞിട്ടുള്ളൂ എളയമ്മ. ഞങ്ങളൊരു ഭാഗത്ത് അവിടെ പോയിരുന്നാണ് ഞാൻ ചെയ്തോണ്ട് ഇതൊക്കെ. ഇല്ലടി ഇപ്പൊ കുറച്ച് ഭേദണ്ടേ. പിന്നെ ഇജ്ജ് ഒറ്റക്ക് ഇങ്ങനെ പണി എടുക്കല്ലേ. എല്ലാ പണി ഇപ്പൊ എത്ര ദിവസമായി ഇജ്ജ് ഒറ്റക്ക് എടുക്കണേ. ഞാൻ ഇതൊക്കെ ഒന്ന് നേരാക്കി തരാച്ചിട്ടേന്ന്. ഇപ്പൊ ഭേദായിക്കണ ഗുളികയും മരുന്നൊക്കെ കുടിച്ചപ്പോ. നിങ്ങൾ രണ്ടാളും പോയതിന്റെ ശേഷം എളയമ്മ കൊറേ ഒറ്റക്ക് പണിയെടുത്ത തന്നെയല്ലേ. ഇപ്പൊ ഒക്കെ പഠിഞ്ഞിക്ക്. ഒറ്റക്ക് എടുക്കാനും ഒറ്റക്ക് നിക്കാനും എല്ലേനും. ഇന്റെ ആളുണ്ടായിന്ന് അന്ന് ഇന്റെ ആളെന്നെയായിരുന്നു എല്ലാ പണികളും എടുത്തിരുന്നത്. അതിനൊക്കെ പടച്ചോനൊക്കെ ഓരോന്ന് തന്നിട്ട് തന്നെ ഉള്ളു. ഇനി വെജായിട്ടാണ് എനിക്ക് അനുഭവിക്കാൻ എന്നെ കാട്ടിയതിനുള്ളത്. എങ്ങനെ ആയാലും ഇപ്പൊ ഒരു കുഴപ്പമില്ലാതെ പോവല്ലേ ഞമ്മള്. ഇനി മരണം വരെ ഇങ്ങനെ അവിടെ പോയി കിട്ടിയാ മതിച്ചിട്ടാണ്. അതൊക്കെ ആദ്യത്തെ കാര്യല്ലേ ഇളയമ്മ. ഒക്കെ ഞാൻ മറന്നിക്കണ്. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? പിന്നെ അവനാന്റെ പെരേല് പണിയെടുത്ത് വെച്ചിട്ട് ഒരാളും കണക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നെ എത്ര കാട്ടിയാലും എന്റെ ഉമ്മാന്റെ സ്ഥാനത്തേക്ക് നിങ്ങളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. എന്റെ ഉമ്മ ഇപ്പൊ ജീവനോടല്ല. അപ്പൊ നിങ്ങൾ എന്റെ ഉമ്മ തന്നെയല്ലേ. നിങ്ങക്ക് ചായ എന്തേലും ഉണ്ടാക്കി തരട്ടെ ഞാന്? അത് കുടിക്ക. വേണ്ടേ, ഞാനിപ്പോ ഇതിലുണ്ടായിരുന്ന ചായ എടുത്ത് കുടിച്ചേക്കണ്. ഇനിയിപ്പൊ ചായ വേണ്ട. അനക്ക് എന്തേലും വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി തിന്നു. ഇവിടെ എല്ലാ സാധനങ്ങളും ഇരിക്കണ്ട് ഇപ്പൊ കൂടുന്നത്. ഞാൻ ഇപ്പൊ വരുമ്പോത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട്. എല്ലാരും അവിടെ വർത്താനം പറഞ്ഞു. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. കൂടുതൽ വർത്താനം പറയാൻ വെജായിട്ടേ. ആരേലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ വർത്താനം പറഞ്ഞ അങ്ങനെ നിൽക്കും. ആരെയിന്നു? അതാ കദീജാത്തിയും ആയിഷാത്തിയാണ്. ഓളിജ് വന്നത് അറിഞ്ഞിട്ടുണ്ടാവൂല. കണ്ടപ്പോ വന്നതേക്കാരല്ലേ. ഖദീജാത്ത ഞാൻ എപ്പോഴാ വന്നൊക്കെ ചോദിച്ചു കൊറേ നേരം സംസാരിച്ചു. പക്ഷെ ആയിഷാത്ത ഓരോന്നും ഇങ്ങനെ പറയാ റൂബിനൊക്കെ പറ്റിയിട്ടേ. ഞാൻ ഒരുത്തന്റെ ഒപ്പം പോയി, ഓള് ഇവിടുന്ന് ഒരുത്തന്റെ പിന്നാലെ ചാടിപ്പോയി, അങ്ങനൊക്കെ പറയണത്. അപ്പൊ ഞാൻ വേഗം പോകുന്നു. അത് സാരില്ല. അത് നിങ്ങള് രണ്ടാളും പോയപ്പോഴും ഓള് അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോ റൂബി വരാത്തതൊക്കെ ഇനിയിപ്പോ 4 പെരേരെ എത്തിക്കും. അതൊക്കെ ഇളയമ്മക്ക് ശീലായിക്കണം. ഓളെ സ്വഭാവം അതാണ്, മാറ്റൂല. എന്താ കാട്ട? പടച്ചോൻ കൊടുക്കും ഓൽക്കൊക്കെ ഉള്ളത്. അത്ര തന്നെ. പടച്ചോനോട് പറയാ. നിജ് അതൊന്നും ആലോചിച്ചങ്ങാണ്ട് സങ്കടപ്പെടുമൊന്നും വേണ്ടട്ടോ. വേഗം പോയിട്ട് ആ തുണി കുപ്പായം കുറച്ചുണ്ടെങ്കിൽ ആണ് മടക്കി വെച്ചാളാ. എന്നിട്ട് പിന്നെ ഷാഫി കുറച്ച് കഴിഞ്ഞാൽ വിളിക്കുമല്ലോ. അപ്പൊ ഓനേറ്റ് വർത്താനം പറഞ്ഞ് അതിന്റെ ഇടയിൽ ഇനി പണി വെച്ചിട്ട് നടക്കണ്ട. ആ ചെക്കൻ ഒരു നേരം ഒഴിവ് കിട്ടുന്നതാണ്. ചെല്ല്. പാവാണ്. ഓരോരുത്തരുടെ കുത്തുവാക്ക് എന്റെ കുട്ടിയാണ് കേൾക്കണത്. എന്റെ റൂബിയുടെ പാട് എന്താണാവോ. അതിനൊന്ന് കാണാൻ പോലും ഒരു വിധി ഉണ്ടാവില്ല തോന്നുന്നുണ്ട്.